നിങ്ങൾ ഇന്ന് വന്നാലും കാണും. റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്ത് ഈ പള്ളിയിൽ ഒരു ദിവസം വൈകുന്നേരം ഉസ്താദ് 9 മണിക്ക് എത്തി. രാത്രി 9 മണിക്ക് വന്നപ്പോൾ ഉസ്താദിന് ആ പള്ളി നിസ്കരിച്ച് അവിടെ കിടന്ന് പിറ്റേന്ന് ഇവിടെ കാസർഗോഡ് ആ പ്രോഗ്രാം ഇങ്ങോട്ട് വരാനാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പള്ളി കയറി നിസ്കരിച്ചപ്പോൾ നോക്കുമ്പോൾ പള്ളിയിലെ സ്ഥിരം ഇമാമില്ല, പകരം ഒരു ചെറുപ്പക്കാരനാണ് ഡ്യൂട്ടിയിൽ. ആ ചെറുപ്പക്കാരൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഉസ്താദിനെ അറിയില്ല. അത് പാവം ചെറിയ കുട്ടിയാ, മുത്തഅല്ലിമ. ഈ മുത്തഅല്ലിം ഉസ്താദ് വന്ന് നിസ്കരിച്ചപ്പോൾ നോക്കിയിരുന്നു. ഉസ്താദ് ഇറങ്ങിയിട്ട് പള്ളി പൂട്ടാൻ ഉസ്താദ് നിസ്കരിച്ചു, പിന്നെയും സുന്നത്ത് നിസ്കരിച്ചു. കുട്ടി ഇങ്ങനെ നോക്കിയിരുന്നു. ഉസ്താദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ കിടക്കാനുള്ള പരിപാടിയാണെന്ന് കണ്ടപ്പോൾ കുട്ടി പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, ഞാനൊരു പായ എടുത്ത് പുറത്ത് കിടക്കാം, കണ്ണീര് വരും ഇത് കേട്ടാൽ. ആ കുട്ടി പറഞ്ഞു, പള്ളിയിൽ നിന്ന് പായ എടുക്കാൻ പറ്റൂല. ഉസ്താദ് ആ പായ അവിടെ വെച്ചു, പുറത്തിറങ്ങി കുട്ടിയോട് പറഞ്ഞു, മോൻ പള്ളി അടച്ചോ. കുട്ടി പള്ളി പൂട്ടിപ്പോയി. ആ ഹൗദിൻ്റെ കരയിൽ നനഞ്ഞ പ്രതലത്തിൽ തൻ്റെ തലയിൽ കെട്ടിയ ഓയിൽ മുണ്ട് നേരിയത് വിരിച്ചിട്ട് തൻ്റെ ബാഗിൽ നിന്ന് സ്വലാത്തിൻ്റെ ഇട് പുറത്തെടുത്ത് വെച്ച് ബഹുമാനപ്പെട്ടവർ ആ ബാഗ് തലക്ക് വെച്ച് കിടക്കുന്ന ഒരു രംഗമുണ്ട്. ആ ബാഗ് തലക്ക് വെച്ച് ഉസ്താദ് കിടന്നു. കുട്ടി നേരം വെളുക്കുമ്പോൾ പള്ളി തുറക്കാൻ വന്നു. പള്ളി തുറക്കാൻ വന്നപ്പോൾ ഉസ്താദ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. ഹൗദിൻ്റെ കരയിൽ നനഞ്ഞ പ്രതലം ഏതാണ്ട് ഉണങ്ങി തുടങ്ങിയപ്പോൾ വീണ്ടും ഒതുണ്ടാക്കി നനഞ്ഞിട്ടുണ്ട്. പള്ളി തുറന്നു. ഉസ്താദ് പള്ളി കയറി സുന്നത്ത് നിസ്കരിച്ചു. ബാങ്ക് വിളിച്ചപ്പോൾ നാട്ടുകാരൊക്കെ നിസ്കരിക്കാൻ വന്നു. അതിൽ പ്രമുഖരൊക്കെ ഉണ്ട്. അവർ ഉസ്താദിൻ്റെ കൈ പിടിച്ച് മുത്തി, ചിലർ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഇതൊരു വലിയ മനുഷ്യനാണെന്ന് ഈ കുട്ടിക്ക് തോന്നി. കുട്ടി അവിടെ ഉള്ളവരോട് ചോദിച്ചു, ഇതാരാ? ഇത് CH ഹൈദർ സുസ്ലിയാരാ. അപ്പോൾ കുട്ടി കേട്ടിട്ടുണ്ട് ആളെ. കുട്ടി ഉസ്താദിൻ്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞു. ഉസ്താദെ, അറിയാതെ പറ്റിപ്പോയതാ. ഉസ്താദാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ സൗകര്യം ചെയ്യും. ആ മഹാനായ മനുഷ്യൻ കുട്ടീൻ്റെ തലക്ക് ഇങ്ങനെ കൈവച്ചത്രേ. ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞു, കൈ വെച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, മോനെ, എൻ്റെ കുട്ടിക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. കാരണം ആരെങ്കിലും വന്ന് പള്ളിയിൽ നിന്ന് പായ ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല, ആരെങ്കിലും വന്ന് പള്ളി കിടക്കാൻ ചോദിച്ചാൽ കിടത്താനും പാടില്ല. എൻ്റെ കുട്ടി ഡ്യൂട്ടി ശരിക്ക് ചെയ്തിട്ടുണ്ട്, നിനക്ക് അല്ലാഹു ഖൈർ തരട്ടെ. ഉസ്താദിന് പറയാമായിരുന്നില്ലേ ഞാൻ CH ഹൈദർ സുസ്ലിയാരാണെന്ന്? പറഞ്ഞില്ലല്ലോ അദ്ദേഹം. അത് പറഞ്ഞിരുന്നുവെങ്കിൽ കുറ്റിപ്പുറത്തെ സമ്പന്നൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കിടത്തുമായിരുന്നു, AC റൂമിൽ. പറഞ്ഞില്ല. ആ ഒരു തവാദു. ഇതാണ് അദ്ദേഹത്തിൻ്റെ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മർത്യത്തിൽ എഴുതിയത്, ദുന്യാവിൽ നിന്ന് തൃപ്തിപ്പെട്ടു, ബി ഖദരിൽ കിഫായത്തി, ഈ ഒരു കിഫായത്തിന്റെ ഖദർ കൊണ്ട്. ഫമാ കാന ഫീ നുഅ്മാ വലാ ഫീ റഫാഹത്തി, ഒരു റഫാഹത്തും ഒരു അന്തസ്സും അദ്ദേഹം ആഗ്രഹിച്ചില്ലെന്ന് മാത്രമല്ല, ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി അദീമുൽ മസീലി ഗൈറു ഖൈഫിൽ ഉമ്മത്തി. ആ പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ, ഹലീമുൻ സബൂറുൻ കാന ഐന തസവ്വുഫി. തസൗഫിന്റെ ഐനായിരുന്നു, സൂഫിസത്തിന്റെ ജീവനായിരുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം അദീമുൽ വസീലാണ്, തുല്യതയില്ലാത്ത മനുഷ്യനാണ്. നമ്മളെ ഓരോ നേതാക്കളെ അനുസ്മരിക്കുമ്പോഴും ഓരോ നേതാക്കളെ കുറിച്ച് പഠിക്കുമ്പോഴും ആ മഹാന്മാരെ ജീവിതം വല്ലാത്ത പാഠമാണ്. പടച്ച റബ്ബിനെ പേടിച്ച, അള്ളാഹുവിനെ ഭയപ്പെട്ട, നിങ്ങൾക്കറിയോ OK അർമിയ മുസ്ലിയാർ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, നമ്മുടെ മുശാവറ മെമ്പർ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. കാലിന്റെ എല്ല് പൊട്ടിയിട്ട് കോഴിക്കോട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. കാലിങ്ങനെ തലയിൽ വെച്ചിരിക്കുന്നു. ഒന്ന് ഉറങ്ങിയപ്പോൾ കാല് തലയിൽ നിന്ന് തെറ്റിയപ്പോൾ കാല് മറിഞ്ഞു. കമ്പിയിട്ട കാല് മറിഞ്ഞാൽ എങ്ങനെ വേദന! വാവിട്ട് കരഞ്ഞുപോയി, കരഞ്ഞുപോയി. വേദന കൊണ്ട് വയസ്സായ മനുഷ്യനല്ലേ, ഉറക്കന് കരഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഓടി വന്നു. എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ ഉസ്താദ് കാല് മറിഞ്ഞെടുക്കുക. കാല് നിർത്തി ഒക്കെ ശരിയാക്കി ലെവലാക്കി വെച്ച് ഡോക്ടറൊക്കെ വന്ന് നോക്കി. അപ്പോൾ ഉസ്താദിന് തോന്നി കരഞ്ഞത് കൂടിപ്പോയി. എന്നിട്ട് പിന്നെ ഉസ്താദ് ചെയ്ത പണി എന്താ? കൈ ഇങ്ങനെ പിടിച്ചിട്ട് കിടന്നിട്ട് ദ്വാരക്കുക, പടച്ചോനെ കരയാണ്. അദ്ദേഹം കരയാണ്, അല്ലാഹുവേ, ദുന്യാവെന്ന് നീ എന്നെ എത്രയും വേദനിപ്പിച്ചോ, ഇനി ഞാൻ കരയില്ല. പരലോകത്ത് എൻ്റെ അടുത്ത് വരുമ്പോൾ എന്നെ വേദനയാക്കാതിരുന്നാൽ മതി. പടച്ചോനെ, ദുന്യാവെന്ന് ഈ എന്നെ എത്രയും വേദനിപ്പിച്ചോ, ഇനി ഞാൻ കരയില്ല. ഞാൻ എൻ്റെ അടുത്ത് പരലോകത്ത് വരുമ്പോൾ എന്നെ വേദനിപ്പിക്കാൻ ഞാൻ മതി. ആ മനുഷ്യൻ്റെ തഖ്വ നോക്ക്. അങ്ങനത്തെ മനുഷ്യന്മാരാണ് നമ്മളെ നയിച്ചത്. അവരെ പിന്നിൽ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. അതാണ് കൂനൂ മഅ സ്വാദിഖീൻ. നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. സമ്പത്തിന്റെ പിന്നാലെ പോണ്ട, സൗകര്യത്തിന്റെ പിന്നാലെ പോണ്ട, ആഡംബരത്തിന്റെ ആർഭാടത്തിന്റെ പിന്നാലെ പോണ്ട. ഈ സുന്നി സന്ദേശം പോലുള്ള പത്രത്തിലൂടെ നമ്മളെ നേതാക്കളെ സ്വഭാവം പഠിക്കുക, നമ്മളെ നേതാക്കളെ ചരിത്രം പഠിക്കുക, നമ്മുടെ നേതാക്കളുടെ ഒളിഞ്ഞിരിക്കുന്ന ജീവിത സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാനുള്ള ഒരു മീഡിയയാണ്, മാധ്യമമാണിത്. അതുകൊണ്ട് ഇത് വാങ്ങുക, ഇത് പ്രോത്സാഹിപ്പിക്കുക, ഇത് പഠിക്കുക. അങ്ങനെ ദീനുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ സമത്വക്കൊപ്പം നിൽക്കുക. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെ പടച്ച റബ്ബ് വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളെ മരിച്ചുപോയ നേതാക്കൾക്കൊപ്പം സ്വർഗത്തിൽ ഞങ്ങൾ ഒന്നിപ്പിക്കണേ തമ്പുരാനെ. അമലും തഖ്വയും ഇൽമും കുറഞ്ഞ ഈ സാധുക്കൾക്ക്
അന്ത മഅമൻ അഹ്ബബ്ത എന്ന് പറഞ്ഞ ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളെ നേതാക്കളായ സൂഫിയാക്കളായ ആലിമീങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ട്. റബ്ബേ, അവരുടെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ ഒന്നിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ശാരീരിക മാനസിക വിഷമങ്ങളൊക്കെ തീർത്തു തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ കച്ചവടം, കൃഷി, ജോലി എന്നിവയിൽ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഇത്തരം പരിപാടികൾക്ക് വേണ്ടി സഹായിക്കുന്നവർക്കൊക്കെ നീ ഖൈറ് തരണേ റബ്ബേ. ശത്രുക്കളുടെ എല്ലാ ശത്രുതയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഇസ്സത്തോടെ ജീവിച്ച് കാമിലായി ഈമാനോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തെ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അലാ അഅദാഇനാ വഅലാ അഅദാഇക വഅദാഇദ്ദീൻ. اللهم اجعلنا من الخادمين لدينك الإسلام واهدنا إلى صراطك المستقيم واجعل آخر كلامنا عند الموت قولا لا إله إلا الله. توفنا مسلمين وألحقنا بالصالحين. ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി സന്ദേശയുടെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുത്ത മഹത്തായ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഉസ്താദ് അബ്ദുസ്സമർ പൂക്കോട്ടൂർ അവരുകൾക്കും വേദിയിൽ ഉപവിഷ്ടരായ ബംബ്രാണ ഉസ്താദ് ഇസ്മായിൽ ഹാജി കല്ലടുക്ക, അബൂബക്കർ ഹാജി ഗോൽത്തമജ്ജലു, ജില്ലാ SYSന്റെ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് ഹാജി മദർ ഇന്ത്യ, ഉസ്മാൻ ഹാജി എയർ ഇന്ത്യ, അതേപോലെ നമ്മുടെ നേതാക്കൾ, പ്രവർത്തകന്മാർ, മഹത്തായ പരിപാടിയെ വളരെ നല്ല രൂപത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ സംഘടനയ്ക്ക് വേണ്ടി സുന്നി സന്ദേശന്റെ വകയിൽ നന്ദി ആശംസിച്ചുകൊണ്ട്